ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്ത്രീകളെ ബഹുമാനിക്കാനും അവരെ സംരക്ഷിക്കാനും കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കാണുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിൽ സഹകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും സിംഗപ്പൂരും 4 ധാരണാപത്രങ്ങൾ കൈമാറി. അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിടാൻ സജ്ജരായിരിക്കാൻ സായുധ സേനകളിലെ കമാൻഡർമാരോട് നിർദ്ദേശിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേരള സർക്കാരിന് സാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാരീസ് പാരാലിമ്പിക്സിൽ 8ാം ദിനം മെഡൽ പ്രതീക്ഷയിൽ ഇന്ത്യ. ഷൂട്ടിംഗ്, അമ്പെയ്ത്ത് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരുടെ അന്തസ്സ് സംരക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിൽ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വലിയ പങ്കാണുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത ശേഷം ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. രാജ്യത്തുടനീളമുള്ള 82 അധ്യാപകർക്കാണ് ഇത്തവണ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൽ നിന്നും 2 അധ്യാപകർ പുരസ്കാരത്തിന് അർഹരായി. ആലപ്പുഴ SDBVHSലെ ജിനു ജോർജ്, പാലക്കാട് കുണ്ടൂർകുന്ന് VPA UPSലെ കെ ശിവപ്രസാദ് എന്നിവരാണ് പുരസ്കാരം ലഭിച്ച മലയാളികൾ. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കുന്നതിൽ അധ്യാപകരെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. പുതിയ വിദ്യാഭ്യാസ നയം നൈപുണ്യ വികസനത്തിന് വലിയ ഊന്നൽ നൽകുന്നുണ്ടെന്നും ഇത് കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് വഴിയൊരുക്കുമെന്നും രാഷ്ട്രപതി മുർമു പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും സിംഗപ്പൂരും 4 ധാരണാപത്രങ്ങൾ കൈമാറി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും തമ്മിൽ നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച പുരോഗതിയും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. ആരോഗ്യം, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകൾ സംബന്ധിച്ചാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങൾ കൈമാറിയത്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിക്ക് ഉണർവ് നൽകുന്ന സമഗ്രമായ തന്ത്രപങ്കാളിത്തത്തിനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. സിംഗപ്പൂരിൽ നടന്ന ചർച്ചയിൽ ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച പുരോഗതികളും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനും ധാരണയായി. ഏകദേശം $160 ബില്യൺ നിക്ഷേപമുള്ള സിംഗപ്പൂർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സാമ്പത്തിക പങ്കാളിയാണെന്നും ഇന്ത്യയുടെ വളർച്ച സിംഗപ്പൂരിന് വലിയ നിക്ഷേപ അവസരങ്ങൾ തുറന്നിട്ടുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. പ്രതിരോധം, സുരക്ഷ, സമുദ്രമേഖല സംബന്ധിച്ച വിഷയങ്ങൾ, വിദ്യാഭ്യാസം, AI, ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിജ്ഞാന പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിലെ നിലവിലെ സഹകരണ പുരോഗതിയും ഇരുവരും ചർച്ച ചെയ്തു. സാമ്പത്തിക ജനസഹകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും ഹരിത ഇടനാഴി പദ്ധതികൾ ത്വരിതപ്പെടുത്തണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾ, ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം തുടങ്ങിയ ആഗോള വിഷയങ്ങൾ വിശകലനം ചെയ്യാനും അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിടാൻ സജ്ജരായിരിക്കാനും സായുധ സേനകളിലെ കമാൻഡർമാരോട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. ലക്നൌവിൽ ഇന്നലെ ആരംഭിച്ച 2 ദിവസത്തെ ഉന്നതതല സൈനിക നേതൃയോഗത്തിലെ സംയുക്ത കമാൻഡേഴ്സ് കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിലെ സാഹചര്യവും അയൽ രാജ്യങ്ങളിലെ സംഭവ വികാസങ്ങളും കണക്കിലെടുത്ത് മുതിർന്ന സൈനിക നേതൃത്വം കൂടുതൽ സജ്ജമാകേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. പ്രകോപനങ്ങളോടുള്ള സമന്വയവും വേഗതയേറിയതും ശക്തവുമായ പ്രതികരണവും പ്രധാനമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യത്തെ നികുതി സംവിധാനത്തിന്റെ അടിത്തറ വിപുലപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാന നേട്ടമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ചെന്നൈയിൽ റവന്യൂ ബാർ അസോസിയേഷൻ ധനമന്ത്രിയുടെ ഉൾക്കാഴ്ച, മുന്നോട്ടുള്ള പാത എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. GST വരുമാനം പങ്കിടൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തിയെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. GST അടയ്ക്കുന്നവരുടെ എണ്ണം 1.47 കോടിയായി വർദ്ധിച്ചിട്ടുണ്ടെന്നും ആദായ നികുതിദായകരുടെ എണ്ണം 7.97 കോടിയായി ഉയർന്നതായും ധനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷയ്ക്കായി സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഈ മാസം 10 മുൻപ് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഇതു സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിമാർക്കും പോലീസ് മേധാവിമാർക്കും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര കത്തയച്ചു.
തിരക്കുള്ള ആശുപത്രികളെ സുരക്ഷാ മുൻഗണനയുള്ള സ്ഥാപനങ്ങളായി പരിഗണിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2030 ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ് വ്യവസായം 35,000 കോടി $US വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ഇത് രാജ്യത്ത് 3.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഭാരത് ടെക്സ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഗ്ലോബൽ ടെക്സ്റ്റൈൽസ് എക്സ്പോ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തിറക്കി. കുപ്വാര, ബാരാമുള്ള, ബന്ദിപ്പോറ, ഉധംപൂർ, കത്വ, സാംബ, ജമ്മു എന്നീ 7 ജില്ലകളിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും കശ്മീർ ഡിവിഷനിൽ 16 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 12 സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 17. വോട്ടെടുപ്പ് ഒക്ടോബർ 1 നടക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ശരിയായ ദിശയിലാണെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ 7.2% GDP വളർച്ചയെന്ന സെൻട്രൽ ബാങ്കിന്റെ ലക്ഷ്യം യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ സംഘടിപ്പിച്ച FIBAC 2024 വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ദാസ്. വളർച്ചയ്ക്കും പണപ്പെരുപ്പത്തിനുമിടയിലുള്ള സന്തുലിതാവസ്ഥയ്ക്കൊപ്പം ബൃഹത് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേരള സർക്കാരിന് സാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിലക്കയറ്റം കുറവുള്ള സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത് ദൌത്യം നടപ്പിലാക്കിയതിലൂടെ രാജ്യത്ത് ശിശുമരണ നിരക്ക് കുറഞ്ഞതായി പഠന റിപ്പോർട്ട്. സ്വച്ഛ് ഭാരതിന് കീഴിലെ ശൌചാലയ നിർമ്മാണവും ശിശുമരണ നിരക്കും എന്ന വിഷയത്തിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ശൌചാലയങ്ങൾ രാജ്യത്തെ പൊതു ആരോഗ്യ മേഖലയിൽ മികച്ച രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ ഇത് കുറിച്ചു. ഈ നേട്ടത്തിൽ സന്തോഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പാരീസ് പാരാലിമ്പിക്സിൽ 8ാം ദിനമായ ഇന്ന് ഷൂട്ടിംഗ്, ജൂഡോ, അമ്പെയ്ത്ത്, അത്ലറ്റിക്സ്, ഭാരോദ്വഹനം എന്നീ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമ്പെയ്ത്ത് മിക്സഡ് ടീം റീകർവ് ഇനത്തിൽ ഹർവീന്ദർ സിംഗും പൂജയും സെമിഫൈനലിൽ കടന്നു. വനിതകളുടെ 100 മീറ്റർ സ്പ്രിന്റ് T12 ഇനത്തിൽ സിമ്രൻ ഫൈനലിലെത്തി. കാഴ്ച പരിമിതർക്കുള്ള ജൂഡോയിൽ പുരുഷന്മാരുടെ 60 കിലോഗ്രാം സെമിഫൈനൽ വിഭാഗത്തിൽ കപിൽ പർമാർ ഇറാൻ താരത്തോട് പരാജയപ്പെട്ടു. കപിൽ ഇനി വെങ്കല മെഡലിനായി മത്സരിക്കും. വനിതകളുടെ 48 കിലോഗ്രാം J2 ക്വാർട്ടർ ഫൈനലിൽ കോകില പരാജയപ്പെട്ടു. 3 യെല്ലോ കാർഡുകൾ നേടിയതോടെ അയോഗ്യയാക്കപ്പെട്ട കോകിലയ്ക്ക് ഇനി വെങ്കല മെഡലിനായി മത്സരിക്കാനാകില്ല. നിലവിൽ 24 മെഡലുകളോടെ ഇന്ത്യ 13ാം സ്ഥാനത്താണ്. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 5 അംഗങ്ങൾക്ക് സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ ഇന്ന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു, BJP അംഗങ്ങളായ മനൻ കുമാർ മിശ്ര, മമത മൊഹന്ത, രാഷ്ട്രീയ ലോക് മോർച്ച MP ഉപേന്ദ്ര കുശ്വ, NCP അംഗം നിതിൻ ലക്ഷ്മണറാവു ജാദവ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഏറ്റവും വേഗത്തിൽ 5G സേവനങ്ങൾ നടപ്പാക്കാൻ സാധിച്ച ആദ്യത്തെ രാജ്യമാകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. സ്വന്തമായി 4G സ്റ്റാക്ക് വിന്യസിക്കുന്ന ലോകത്തെ 6ാമത്തെ രാജ്യമെന്ന ലക്ഷ്യം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകളെ ബഹുമാനിക്കാനും അവരെ സംരക്ഷിക്കാനും കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കാണുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിൽ സഹകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും സിംഗപ്പൂരും 4 ധാരണാപത്രങ്ങൾ കൈമാറി. അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിടാൻ സജ്ജരായിരിക്കാൻ സായുധ സേനകളിലെ കമാൻഡർമാരോട് നിർദ്ദേശിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേരള സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാരീസ് പാരാലിമ്പിക്സിൽ 8ാം ദിനം മെഡൽ പ്രതീക്ഷയിൽ ഇന്ത്യ. ഷൂട്ടിംഗ്, അമ്പെയ്ത്ത് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.